എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ബോർഡിലെ കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ്, ഈ പേന തെളിയാറില്ല. രണ്ടാമത്തേത്, ഈ പേന ഇപ്പോൾ തെളിയുന്നില്ല. ഈ ഫാൻ കറങ്ങുന്നില്ല. ഈ ഫാൻ ഇപ്പോൾ കറങ്ങുന്നില്ല. എന്താണ്? രണ്ട് ടൈപ്പ് സെന്റൻസസ് ആണ് അല്ലേ? അപ്പൊ ഒന്ന് എന്താണ്? ഈ പേന തെളിയാറില്ല. ഈ സെന്റൻസസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നോക്കിയാലോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് പറയാം. ഈ പേന തെളിയാറില്ല എന്ന് വെച്ചാൽ എന്താണ്? തെളിയാറില്ല എന്ന് വെച്ചാൽ സാധാരണ ഈ പേന തെളിയാറില്ല എന്നല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ഈ പേന ഇപ്പൊ തെളിയുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ തെളിയുന്നില്ല എന്ന് വെച്ചാൽ അറ്റ് പ്രസന്റിൽ ഇപ്പൊ തെളിയുന്നില്ല. നെക്സ്റ്റ്, ഈ ഫാൻ കറങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഈ ഫാൻ കറങ്ങാറില്ല. സാധാരണ ഈ ഫാൻ കറങ്ങാറില്ല കേട്ടോ. ഈ ഫാൻ ഇപ്പൊ കറങ്ങുന്നില്ല എന്ന് വെച്ചാലോ, ഇപ്പം കറങ്ങുന്നില്ല, ഇതുവരെ കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് എന്താ നമുക്ക് ഇംഗ്ലീഷിലൊന്ന് പറയാനുള്ളത് നോക്കട്ടോ. അപ്പൊ ഈ പേന തെളിയാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ എങ്ങനെ പറയാ? സാധാരണ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഇതിന് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ പറയാന്നറിയോ? ദിസ് പേൻ, ഈ പേന, ദിസ് പേൻ. ഓക്കെ, ഇനി ഡസൻറ്റ് എന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ആണല്ലേ. അപ്പൊ ദിസ് പെൻ ഡസൻറ്റ് റൈറ്റ് എന്ന് പറയാം കേട്ടോ. ദിസ് പെൻ ഡസൻറ്റ് റൈറ്റ്. ഓക്കെ, ദിസ് പെൻ ഡസൻറ്റ് റൈറ്റ്. അപ്പൊ നമ്മൾ ഡസൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ പേന തെളിയാറില്ല, അവൻ അവിടെ പോകാറില്ല, അവൾ ഇവിടെ വരാറില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഡസൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, നെഗറ്റീവായിട്ട് പറയുമ്പോൾ. രണ്ടാമത്തേത്, ഈ പേന ഇപ്പൊ തെളിയുന്നില്ല. ഇപ്പൊ തെളിയുന്നില്ല, ഇതുവരെ തെളിഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഡസൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാം? ദിസ് പെൻ ഈസ് നോട്ട് റൈറ്റിംഗ് എന്നാണ് പറയേണ്ടത് കേട്ടോ. ദിസ് പെൻ ഈസ് നോട്ട് റൈറ്റിംഗ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? ഇവിടെ ഈസ് നോട്ട് ആണ്, ഇവിടെ ഡസൻറ്റ് ആണ് അല്ലേ. അപ്പൊ എന്താണ്? സാധാരണ അങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡസൻറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിലോ ഈസ് നോട്ട് യൂസ് ചെയ്യാം കേട്ടോ. മനസ്സിലായല്ലോ? ഈ ഫാൻ കറങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഈ ഫാൻ കറങ്ങാറില്ല എന്നാട്ടോ ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെ പറയാം, ഈ ഫാൻ, ദിസ് ഫാൻ ഡസൻറ്റ് ഫേൾ എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ദിസ് ഫാൻ ഡസൻറ്റ് ഫേൾ. ഈ ഫാൻ ഇപ്പൊ കറങ്ങുന്നില്ല. എങ്ങനെ പറയാം? ദിസ് ഫാൻ ഡസൻറ്റ് ആണോ യൂസ് ചെയ്യുക? അല്ല, ഈസ് നോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അതായത് ഇപ്പം അങ്ങനെയാണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ദിസ് ഫാൻ ഈസ് നോട്ട് ഫേളിംഗ്, ING ഫോം യൂസ് ചെയ്യണം കേട്ടോ. ദിസ് ഫാൻ ഈസ് നോട്ട് ഫേളിംഗ്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി അടുത്തത് നോക്കിക്കേ, ഷട്ടർ ഉയരുന്നില്ല. ഷട്ടർ ഉയരുന്നില്ല എങ്ങനെ നമുക്ക് പറയാം? അതായത് ഇപ്പം ഷട്ടർ ഉയരുന്നില്ല എന്നാ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം? ദി ഷട്ടർ is not going up. is not going up. മുകളിലേക്ക് ഉയരുന്നില്ല കേട്ടോ. അപ്പം the shutter is not going up. ഇനി ഷട്ടർ താഴുന്നില്ല എന്നാണ് പറയുന്നെങ്കിലോ, ഈ അപ്പിന് പകരം നമ്മൾ ഡൗൺ എന്ന് യൂസ് ചെയ്താൽ മതി. the shutter is not going down. ഓക്കെ, നെക്സ്റ്റ്, ഈ സ്യൂട്ട് കേസ് അടയുന്നില്ല. ഇതെങ്ങനെ പറയാം? ഈ സ്യൂട്ട് കേസ് അടയുന്നില്ല, ഇപ്പം അടയുന്നില്ല എന്നാണ് കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷില്? ദിസ് suitcase is not locking. ഓക്കെ, ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഈ കാറ് പെട്ടെന്ന് സ്റ്റാർട്ട് ആകാറില്ല എന്നാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ്? സാധാരണ അങ്ങനെ ആവാറില്ല എന്നാട്ടോ. ഈ കാർ പെട്ടെന്ന് സ്റ്റാർട്ട് ആകാറില്ല. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? ദിസ് കാർ എങ്ങനെ യൂസ് ചെയ്യാം? ഡസൻറ്റ് എന്നാണ് അല്ലേ. ഓക്കെ, അപ്പൊ സാധാരണ അങ്ങനെയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഡസൻറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ദിസ് കാർ ഡസൻറ്റ് സ്റ്റാർട്ട് ഫാസ്റ്റ്. ഓക്കെ, ദിസ് കാർ ഡസൻറ്റ് സ്റ്റാർട്ട് ഫാസ്റ്റ്. ഈ കാർ ഇപ്പൊ സ്റ്റാർട്ട് ആകുന്നില്ല, ഇതുവരെ സ്റ്റാർട്ട് ആയിരുന്നു, ഇപ്പൊ സ്റ്റാർട്ട് ആകുന്നില്ല. ഇതെങ്ങനെ പറയാം? ദിസ് കാർ ഈസ് നോട്ട് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ദിസ് കാർ ഈസ് നോട്ട് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്ത കുറച്ച് സെന്റൻസ് കൊണ്ട് നോക്കിയേ. ഞാൻ അവിടെ എല്ലാ ദിവസവും പോകാറില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ സാധാരണ ഞാൻ അവിടെ എല്ലാ ദിവസവും പോകാറില്ല എന്നാണ്. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈസ് നോട്ട് ആണോ യൂസ് ചെയ്യുക? അതോ ഡസൻറ്റ് ആണോ യൂസ് ചെയ്യുക? ഓക്കെ, ഡസൻറ്റ് എന്നാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. അപ്പൊ ഞാൻ ഇനി ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡസൻറ്റിനെ എന്താക്കി മാറ്റണം? ഡോണ്ട് ആക്കി മാറ്റണം കേട്ടോ. ഐന്റെ കൂടെ നമ്മൾ ഡോണ്ട് എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. മീനിങ് സെയിം ആണ്, പക്ഷെ ഐന്റെ കൂടെ നമ്മൾ
ഡോണ്ട് ആണ് യൂസ് ചെയ്യുക, അതായത് ഡു നോട്ട് കേട്ടോ. ഐ ഡോണ്ട് ഗോ, ഞാൻ അവിടെ പോകാറില്ല. എങ്ങനെ എല്ലാ ദിവസവും എന്നാലേ, ഐ ഡോണ്ട് ഗോ ദർ അവിടെ. ഐ ഡോണ്ട് ഗോ ദർ എവറി ഡേ, എല്ലാ ദിവസവും. എവറി ഡേ, ഐ ഡോണ്ട് ഗോ ദർ എവറി ഡേ, ഞാൻ അവിടെ എല്ലാ ദിവസവും പോകാറില്ല. നീ അവിടെ എല്ലാ ദിവസവും പോകാറുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ നീ അവിടെ എല്ലാ ദിവസവും പോകാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെ ചോദിക്കാം? ഡു യു ഗോ എന്നാട്ടോ. ഡു യു ഗോ, നീ അവിടെ എല്ലാ ദിവസവും പോകാറുണ്ടോ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡു യു ഗോ, നീ പോകാറുണ്ടോ എന്നായിട്ടോ. ഡു യു ഗോ ദർ അവിടെ. ഡു യു ഗോ ദർ എവറി ഡേ, എല്ലാ ദിവസവും. ഡു യു ഗോ ദർ എവറി ഡേ. ഇന്ന് ഞാൻ പോകുന്നില്ല, ഇതെങ്ങനെ പറയാം? ഇന്ന് ഞാൻ പോകുന്നില്ല. സാധാരണ ഞാൻ പോകാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ പോകുന്നില്ല. അപ്പൊ എങ്ങനെ പറയാം? എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇസ് നോട്ട് അല്ലേ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഗോയിങ്. ഐ ആം നോട്ട് ഗോയിങ് ടുഡേ. ഇന്ന് ഞാൻ പോകുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് ടുഡേ. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നോട്ട് ഗോയിങ് എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്നില്ല. ഇനിയോ ഡെസിൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ സാധാരണ ചെയ്യുന്നില്ല എന്നുള്ള മീനിങ് ആണ് വരിക കേട്ടോ. അതിന് അടുത്തത്, നീ പന്ത് കളിക്കോ എന്നാണ് ചോദിക്കുന്നത്. നീ പന്ത് കളിക്കോ എന്ന് വെച്ചാൽ നീ പന്ത് കളിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് പറയാം, ഡു യു പ്ലേ ഫുട്ബോൾ. ഡു യു പ്ലേ ഫുട്ബോൾ. ഇനി ഇവിടെ അവൻ പന്തളിക്കോ എന്നാണെങ്കിലോ എങ്ങനെ ചോദിക്കാം? ഡു എന്നാണ് വരിക. അല്ല, എങ്ങനെ ചോദിക്കാം? ഡസ് ഹി പ്ലേ ഫുട്ബോൾ എന്നാണ് കേട്ടോ വരിക. അപ്പൊ യുവിന്റെ കൂടെ നമ്മൾ ഡു എന്നാണ് യൂസ് ചെയ്യുന്നത്, ഹിന്റെ കൂടെ നമ്മൾ ഡസ് എന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം യു, ദേ, വി ഒക്കെ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഡു വെച്ചിട്ട് ചോദിക്കണം. അതേപോലെ തന്നെ എന്താണ് ഹി, ഷി, ഇറ്റ് ഒക്കെ സബ്ജക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഡുക്ക് പകരം ഡസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഞാൻ പന്ത് കളിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പന്ത് കളിക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം കളിക്കാറില്ല, പക്ഷെ ഞാൻ പന്ത് കളിക്കാറുണ്ടായിരുന്നു. പാസ്റ്റിൽ കളിക്കാറുണ്ടായിരുന്നു, മുമ്പ് കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് നമ്മൾ എങ്ങനെ പറയാം? ഐ യൂസ്ഡ് ടു. യൂസ്ഡ് ടു എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ യൂസ്ഡ് ടു എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു, അവൻ ചെയ്യാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു, അവൾ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ യൂസ്ഡ് ടു എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു അല്ലേ, ഞാൻ കളിക്കാറുണ്ടായിരുന്നു ഫുട്ബോൾ. അപ്പൊ ഞാൻ മുമ്പൊക്കെ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു എന്നാണ് മീനിങ് വന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം കളിക്കുന്നില്ല, മുമ്പൊക്കെ ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഓക്കെ, നീ പത്രം വായിക്കാറുണ്ടോ എന്ന് ചോദിക്കാം. ഡു യു റീഡ് ന്യൂസ് പേപ്പർ? ഡു യു റീഡ് ന്യൂസ് പേപ്പർ? നീ പത്രം വായിക്കാറുണ്ടോ? ഇനി ഞാൻ പത്രം വായിക്കാറുണ്ടായിരുന്നു, പാസ്റ്റിൽ ഉണ്ടായിരുന്നു, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഐ യൂസ്ഡ് ടു റീഡ് ന്യൂസ് പേപ്പർ. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മുമ്പൊക്കെ പത്രം വായിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വായിക്കുന്നില്ല. ഓക്കെ അല്ലേ? ഒരു 2 എക്സാമ്പിളും കൂടെ നോക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ പത്രം വായിക്കുന്നില്ല. ഇതെങ്ങനെ പറയാം? നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഞാൻ ഇപ്പോൾ പത്രം വായിക്കുന്നില്ല. എങ്ങനെയാണ്? ഐ ആം നോട്ട് റീഡിങ്. ING ഫോം ആണല്ലേ വേണ്ടത്. വെർബിനെ നമ്മൾ ING ഫോമിലാണ് കൊണ്ടുവരേണ്ടത്. സോ ഐ എം നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ. വേണമെങ്കിൽ നമുക്ക് നൗ എന്ന് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തില്ലെങ്കിലും ഇതിന്റെ മീനിങ് എന്താണ്? ഐ എം നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ. ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല എന്നാണ് കേട്ടോ. ഞാൻ ഇന്ന് പോകുന്നില്ല. ഇതെങ്ങനെ പറയാം? ഞാൻ ഇന്ന് പോകുന്നില്ല. ഇങ്ങനെ പറയാം, ഐ എം നോട്ട് ഗോയിങ് ടുഡേ. ഐ എം നോട്ട് ഗോയിങ് ടുഡേ. അപ്പം ഞാൻ പോകാറില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ഐ ഡു നോട്ട് ഗോ. ഞാൻ പോകാറില്ല എന്നാവില്ലേ. അപ്പം മനസ്സിലായല്ലോ. ഇപ്പം ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈസ് നോട്ട് വെച്ചിട്ട് നമ്മൾ വെർബിനെ ING ഫോമിൽ കൊണ്ടുവരാം. ഇനി സാധാരണ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് പറയുന്നതെങ്കിലോ ഡസിൻ പ്ലസ് വെർബാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് പഠിച്ച അതേ ഫോമിലുള്ള 1-2 സെൻറ്റൻസ് കൂടെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്